Now BCOE 143 very important past paper questions പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. 6 important questions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ എന്ത് മീനിങ് സ്കോപ്പ് എവല്യൂഷൻ പിന്നെ റോൾ ഓഫ് ഫിനാൻസ് മാനേജർ ഇതായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഇതിന്റെ മീനിങ് പറയും, സ്കോപ്പ് പറയും, ഇവല്യൂഷൻ പറയും, റോൾ പറയും. സോ മീനിങ് എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ ആണ്. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? മാനേജിങ് ദ മണി ഓഫ് ബിസിനസ്. ഇത് സിമ്പിൾ ടേംസിൽ പറയുകയാണെ, ബെസ്റ്റ് ഡെഫിനിഷൻ പഠിക്കാനുള്ള ടൈം ഇപ്പൊ ഇല്ല. ഓഫ് എ ബിസിനസ് ഇറ്റ് ഇൻക്ലൂഡ്സ്, ഇത് എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന മണി ഓഫ് എ ബിസിനസ്. മാനേജിങ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട്? ഗെറ്റിംഗ് ഫണ്ട് കിട്ടുക, ഗെറ്റിംഗ് ഫണ്ട്സ്. ഈ ഫണ്ട് കിട്ടിയ എങ്ങനെ? യൂസിങ് ദം പ്രോപ്പർലി. പിന്നെന്താ? കൺട്രോളിങ് ദം, എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് ഇതാക്കുന്നതാണ് എന്ത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇതിന്റെ എവല്യൂഷൻ പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്? 3 ഫേസ് ഉണ്ട്. ട്രഡീഷണൽ, ട്രാൻസിഷണൽ, പിന്നെന്താ? മോഡേൺ ഫേസ്. ഇപ്പോ ഇതിന്റെ ട്രഡീഷണൽ ഫേസ് എന്ന് പറഞ്ഞാൽ 1900 1950 ആ ടൈമിലുണ്ടായ ഒരു മെത്തേഡാണ്. ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺലി ഓൺ റേസിംഗ് മണി. എങ്ങനെ പൈസ നമ്മൾ റേസ് ചെയ്യാമെന്ന് മാത്രം പറയുന്നതാണ് ട്രഡീഷണൽ ഫേസ്. ലോൺ എടുക്കുക, ഇതിൽ ഡിസിഷൻ മേക്കിംഗ് ഒന്നും ഇതിലില്ല. ഓക്കെ. ട്രാൻസാക്ഷണൽ ഫേസ് എന്ന് പറഞ്ഞാല് ഫണ്ട് റേസ് ചെയ്യാനും അത് അനലൈസ് ചെയ്യാനും തുടങ്ങി. ആൻഡ് മോഡേൺ സ്റ്റേറ്റില് എന്താണ്? ടൈം വാല്യൂ ഓഫ് മണി, പിന്നെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാന്, പിന്നെ റിസ്ക് കാര്യങ്ങള്, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ് മോഡേൺ ഫേസിൽ. ഇപ്പൊ മോഡേൺ ഫേസ് എന്തുകൊണ്ടാ സുപ്പീരിയർ? ഇതിന് രണ്ടിനെക്കാട്ടി സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യും, വെൽത്തിന് മാക്സിമൈസേഷൻ കൺസിഡർ ചെയ്യും, റിസ്ക് കൺസിഡർ ചെയ്യും. റിസ്ക് കൂടുന്നോറും റിട്ടേൺ കൂടണം. ഇതൊക്കെ കൺസിഡർ ചെയ്യുന്നതാണ് മോഡേൺ. നൗ ഗോയിങ് ബാക്ക്. സ്കോപ്പ് എന്തായിരിക്കും? സ്കോപ്പ് 3 സ്കോപ്പ് ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഡെസിഷൻ, പിന്നെന്താ? ഫിനാൻസിങ്, പിന്നെന്താ? ഡിവിഡൻഡ്. ഇത് 3 ഡിസിഷനാണ് എടുക്കുക. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാല് എവിടെ, വേർ ടു ഇൻവെസ്റ്റ്, നമുക്കുള്ള പൈസ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ്. ഏത് പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഏത് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, എവിടെ റിട്ടേൺ കൂടുതൽ കിട്ടുക, എവിടെ റിസ്ക് കുറവുള്ളത്. ഫിനാൻസിങ് മീൻസ് ഹൗ ടു ഗെറ്റ് മണി. ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ വേണ്ടടാ. ഹൗ ടു ഗെറ്റ് മണി, എങ്ങനെ ഈ പൈസ കിട്ടും. ഡിവിഡൻഡ് മീൻസ് ഈ കിട്ടിയ പൈസ, പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണ്ടേ, എത്രത്തോളം ഷെയർ ഹോൾഡറിന് ഡിവിഡൻഡ് ആയി കൊടുക്കണം. ഓക്കെ, ഇതാണ് 3 സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നൗ ഗോയിങ് ടു റോൾ ഓഫ് ഫിനാൻസ് മാനേജർ. റോൾ എന്തായിരിക്കടാ? എത്ര ഫണ്ട് ആവശ്യമുണ്ട്, എസ്റ്റിമേഷൻ ഓഫ് ഫണ്ട് നീഡഡ്, ഫണ്ട് മാനേജ്മെന്റ് എന്ന് പറയാം. പിന്നെന്താ? റൈറ്റ് മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. റൈറ്റ് മിക്സ് ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി എന്താടാ? ലോണായി എടുക്കണോ, ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ആയി പൈസ റേസ് ചെയ്യണോ, അല്ല ഡെപ്റ്റ് ലോണായി റേസ് ചെയ്യണോ എന്ന് അതിന്റെ മിക്സ് കണ്ടുപിടിക്കുക. പിന്നെ ബാങ്കിൽ നിന്ന് അറേഞ്ച് ചെയ്യുക ഫണ്ട്, പിന്നെ ക്യാഷ് ഇൻവെന്ററി എങ്ങനെ, ഇതിന്റെയൊക്കെ മാനേജ്മെന്റ് ആണ്. പിന്നെ ആസ് ഐ ടോൾഡ് യു, ഡിവിഡൻഡ്
എങ്ങനെ പേ ഔട്ട് ചെയ്യുക, എത്രത്തോളം പേ ഔട്ട് ചെയ്യുക, ഇതാണ് റോൾ ഓഫ് ഫിനാൻസ് മാനേജർ. പിന്നെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? മെയിൻ ഒബ്ജക്റ്റീവ്, ഒറ്റ ഒബ്ജക്റ്റീവ് ആണല്ലോ. ഒബ്ജക്റ്റീവ് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ഒന്നേതാ? ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസേഷൻ. വെൽത്ത് മാക്സിമൈസേഷൻ ആണ് എന്ത്? ആരത്? ഫിനാൻസ് മാനേജർ ഒബ്ജക്റ്റീവ്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ കൂട്ടുക, മാർക്കറ്റ് വാല്യൂ കൂട്ടുക. ഓക്കെ. നൗ കൺക്ലൂഷൻ എഴുതുക. 20 മാർക്കിനൊക്കെ ചോദിച്ചാൽ കൺക്ലൂഷനും കൂടി കൊടുക്കുക. കൺക്ലൂഷൻ മീൻസ് FM, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എൻഷുർ ബിസിനസ് ഹാസ് ഇനഫ് ഫണ്ട്. എൻഷുർ ചെയ്യും ഇനഫ് ഫണ്ട് ഉണ്ടോ. ഈ ഫണ്ട് എങ്ങനെ യൂസ് ചെയ്യണം? യൂസ് ദം വൈസ്ലി. പിന്നെന്താ? മാക്സിമൈസേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. നൗ നെക്സ്റ്റ് വൺ വിൽ ബി അബൌട്ട് റിസ്ക് ആൻഡ് റിട്ടേൺ. റിസ്ക് റിട്ടേണിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലൈക്ക് റിസ്ക് കൂടുന്നേരം റിട്ടേൺ കൂടുവോ കുറയോ? എടാ നോക്ക്, നീ ഇപ്പൊ FD യിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നേരം 7% കിട്ടും. നേരെ മറിച്ച് നീ ഇപ്പൊ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 10% കിട്ടൂലേ? എന്തുകൊണ്ടാ? നീ ഇവിടെ കൂടുതൽ റിസ്ക് എടുക്കുന്നുണ്ട്. ദർ ഇസ് എ റിസ്ക് ദാറ്റ് ദിസ് വിൽ ഗോ ഡൗൺ. ഇത് ഡൗൺ ആണുള്ള ചാൻസ് കുറവാണ്, ഇത് ഡൗൺ ആണുള്ള ചാൻസ് കൂടുതലാണ്. ബട്ട് എന്താ? റിസ്ക് കൂടുന്നേരം എന്താണ്? റിസ്ക് കൂടുന്നേരം റിട്ടേൺ കൂടും. റിസ്ക് കൂടുന്നേരം റിട്ടേൺ കൂടും. ഇത് മനസ്സിലാക്കണേ. റിട്ടേൺ മീൻസ് വാട്ട് യു ഏൺ ഫ്രം ആൻ ഇൻവെസ്റ്റ്മെന്റ്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താ? നീ ഇൻവെസ്റ്റ് ചെയ്ത ഒരു 10,000 ആണെങ്കിൽ ഇതിന് എത്ര റിട്ടേൺ നിനക്ക് കിട്ടും എന്നുള്ളതാണ് റിട്ടേൺ. റിസ്ക് എന്നുള്ളത് ഈ റിട്ടേൺ എത്ര കിട്ടും എന്ന് നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല, അൺസർട്ടിനിറ്റി ഉണ്ട്. നോട്ട് പ്രഡിക്റ്റബിൾ, അൺസർട്ടൈൻ മീൻസ് എത്രത്തോളം കിട്ടും നമ്മൾ അൺസർട്ടൈൻ, നമുക്ക് അറിയില്ല എത്ര കിട്ടും. Now there are two types of risk. രണ്ട് ടൈപ്പ് ഓഫ് റിസ്ക് ഉണ്ടടാ. ഒന്ന് സിസ്റ്റമാറ്റിക്, ഒന്നെന്താടാ? അൺസിസ്റ്റമാറ്റിക്. ഒന്ന് സിസ്റ്റമാറ്റിക് ആണെങ്കിൽ മറ്റേ അൺസിസ്റ്റമാറ്റിക് ആയിരിക്കും. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ആസ് എ വോൾ ഇപ്പൊ നീ നിഫ്റ്റി ഒക്കെ കേട്ടിട്ടുണ്ടോ? സ്റ്റോക്ക് മാർക്കറ്റിന്റെ ടേംസ് ആണ്. നിഫ്റ്റി ആസ് എ വോൾ എഫക്റ്റ് ആണെങ്കിൽ അത് സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. അൺസിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഇപ്പൊ റിലയൻസിൽ ഇൻവെസ്റ്റ് ചെയ്ത് റിലയൻസ് മാത്രം കുറയാണെങ്കിൽ എന്താ? അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. സിസ്റ്റമാറ്റിക് എന്താ? നമ്മള് വാരൻ ബഫറ്റ് പറഞ്ഞില്ലേ, ഡോണ്ട് പുട്ട് ഓൾ എഗ് ഇൻ വൺ ബാസ്കറ്റ്. നീ എല്ലാം മുട്ടി ഒരു ബാസ്കറ്റിൽ ഇട്ട് കഴിഞ്ഞാല് ഈ ബാസ്കറ്റ് താഴെ പോകുമ്പോ ഇതൊക്കെ പൊട്ടും അല്ലേ? സിസ്റ്റമാറ്റിക്കലി ഇത് അവോയ്ഡ് ചെയ്യാൻ കഴിയോ? നിഫ്റ്റി എല്ലാം അടക്കം താണു പോയാല് ഇപ്പൊ മുട്ട എല്ലാ ബാസ്കറ്റിലും ഇട്ട് കഴിഞ്ഞാലും നിഫ്റ്റി മൊത്തത്തിൽ താകുമ്പോ ഇത് മൊത്തത്തിൽ പൊട്ടും. ബട്ട് അൺസിസ്റ്റമാറ്റിക് റിസ്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡൈവേഴ്സിഫിക്കേഷൻ കാരണം രക്ഷപ്പെടാം. കാരണം ഒരു കമ്പനിയാ താഴത്ത് പോകുന്നുള്ളൂ, ബാക്കി കമ്പനി എന്താ കൂടിയോ കുറയോ ചെയ്യാം. ഓക്കെ. നൗ മെഷറിംഗ് ഓഫ് റിസ്ക്. ഹയർ ഡീവിയേഷൻ മീൻസ് ഹയർ റിസ്ക്. അതൊക്കെ CAPM ഉണ്ട്. CAPM ഇത് സിമ്പിൾ ആക്കി പറയാണ്. ഇത് ഭയങ്കര ഹൈ ഡിഫിക്കൽട്ടി ടേംസ് ആണ്, ബട്ട് ഐ വിൽ മേക്ക് ഇറ്റ് സിമ്പിൾ. ഇതെന്ന് പറഞ്ഞാല് റിക്വയർഡ് റിട്ടേൺ ഫോർ എത്ര റിട്ടേൺ കിട്ടും? റിക്വയർഡ് റിട്ടേൺ ഡിപ്പെൻഡിങ് ഓൺ ഡിപ്പെൻസ് ഓൺ റിസ്ക്. എടാ ഞാൻ പറഞ്ഞില്ലേ, റിസ്ക് കൂടുന്നോറോ റിട്ടേൺ കൂടണോ? ഇതെത്ര അനലൈസ് ചെയ്യുന്നതാണ് CAPM. നീ സ്റ്റോക്ക് ഹൈ റിസ്ക് സ്റ്റോക്കിൽ ഇടുമ്പോ റിട്ടേൺ ഹയർ ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ? അതുപോലെ ലോസ് ഹയർ ആവാനും ചാൻസ് ഉണ്ട്. അതൊക്കെ അനലൈസ് ചെയ്യുന്നതാണ് CAPM. Now പിന്നെ APM എന്ന് പറഞ്ഞ APT എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, ഫാക്ടർ. അത് പിന്നെ ലൈക്ക് ഇൻഫ്ലേഷൻ,
ഇൻഫ്ലേഷൻ, GDP ഒക്കെ കൺസിഡർ ചെയ്യുന്ന ഒരു സാധനമാണ്. ഓക്കെ, കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ റിസ്ക് ആൻഡ് റിട്ടേൺ ഓൾവേസ് ഗോ ടുഗദർ. റിസ്ക് ആൻഡ് റിട്ടേൺ എന്താ, ട്വിൻസ് ആണ്, ഇരട്ടയാണ്. റിസ്ക് കൂടുമ്പോൾ റിട്ടേൺ കൂടും, റിസ്ക് കുറയുമ്പോൾ റിട്ടേൺ കുറയും. ഓക്കെ, now we will be talking about time value of money. ടൈം വാല്യൂ ഓഫ് മണി TVM എന്നാണ് എഴുതുന്നത്. പ്രസന്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ, പെർപെച്വിറ്റി. സിമ്പിൾ ആക്കിയിട്ടാണ് എടാ. ടൈം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, നിന്റെ അടുത്ത് ഇന്നുള്ള 1000 ഒരു കൊല്ലം കഴിഞ്ഞിട്ട് 1000ന്റെ വാല്യൂ ഉണ്ടോ? ഇല്ല. കാരണം എന്താ, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഇൻഫ്ലേഷൻ. നീ നോക്കടാ, നീ ഒരു 1000 രൂപക്ക് ഒരു തക്കാളി വാങ്ങി, തക്കാളിന്റെ വില ഇപ്പൊ എന്തായി, 1005 ആയി. പിന്നെ എനിക്കൊരു തക്കാളി വാങ്ങാൻ കഴിയുമോ ഒരു കൊല്ലം കഴിഞ്ഞാ? ഇല്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇൻഫ്ലേഷൻ റെഡ്യൂസസ് ബൈയിങ് പവർ. പിന്നെ ഫ്യൂച്ചർ അൺസർട്ടൻ ആണ്. അപ്പോ ഫ്യൂച്ചർ വാല്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ, ഫ്യൂച്ചർ വാല്യൂ എന്താ, ഈ 10,000 ഇപ്പം FDയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ 10,000 into 7% ഇൻട്രസ്റ്റ് ആണെങ്കിൽ into 7% കിട്ടൂല. അതാണ് ഏത്, ഫ്യൂച്ചർ വാല്യൂ. റുപ്പീസ് 10,000 at 10% 2 ഇയേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വിചാരിക്കുക. 2 ഇയേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത്, അപ്പൊ ഫ്യൂച്ചർ വാല്യൂവിന്റെ ഫോർമുല പറഞ്ഞാൽ 10,000 into 1.1 raised to 2. എന്താ അറിയോ ഫോർമുല? എന്താ കാരണം എന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. 10,000 ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കൊല്ലത്തിൽ എത്ര, 10%. അപ്പോ 1 എടുക്ക, 1 into R എത്ര പെർസെന്റേജാ, എത്ര കൊല്ല, 2 കൊല്ലം. അങ്ങനെയാണ് ഫോർമുല വരുന്നത്. പ്രസന്റ് വാല്യൂ പറയുകയാണെങ്കിൽ, പ്രസന്റ് വാല്യൂ മീൻസ് എനിക്ക് ഒരു കൊല്ലം കഴിഞ്ഞാൽ 10,000 കിട്ടും. ഇപ്പൊ നമ്മള് ഈ സ്റ്റേറ്റില് പ്രസന്റ് ഇയറിൽ നിൽക്കുവാണെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞ എന്താടാ, 10,000 കിട്ടും. അപ്പൊ ആ 10,000 ഒരു കൊല്ലം കഴിഞ്ഞാലേ കിട്ടുക. അത് ഇപ്പത്തെ വാല്യൂ എത്ര, 10,000 എന്ന് കണ്ടുപിടിക്കുന്നതാണ് പ്രസന്റ് വാല്യൂ. പ്രസന്റ് വാല്യൂ ഇസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ. ഫ്യൂച്ചർ വാല്യൂ എന്നാ ഈ 10,000 ഡിവൈഡഡ് ബൈ 1 പ്ലസ് R മീൻസ് R എന്ന് പറഞ്ഞ പെർസെന്റേജ്. എത്ര കൊല്ലാന്ന് ഇവിടെ എഴുതാ, T. ഓക്കെ, ടൈം ഓഫ് പീരിയഡ്. നൗ കംസ് ആന്വിറ്റി. ആന്വിറ്റി എന്ന് പറഞ്ഞാല് എന്താ, ഈക്വൽ പേയ്മെന്റ് എവ്രി ഇയർ. ഈക്വൽ പേയ്മെന്റ്, എല്ലാ കൊല്ലവും ഒരേ പേയ്മെന്റ് കിട്ടും. ഇപ്പൊ 5,000 നിങ്ങൾക്ക് എല്ലാ കൊല്ലവും 3 കൊല്ലത്തേക്ക് കിട്ടും. അതാണ് ആന്വിറ്റി. നൗ പെർപെച്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ആന്വിറ്റിന്റെ പോലത്തെ ഒരു കൺസെപ്റ്റ് ആണ് പെർപെച്വിറ്റി, ബട്ട് ഇൻ ഡിഫറെന്റ് ടേംസ്. ലൈക്ക് എന്താണ്, 3,000 ഫോർ എവർ കിട്ടും. 3,000ന്റെ അറ്റ് ദി റൈറ്റ് 15% എനിക്ക് എല്ലാ ജീവിതകാലം മുഴുവൻ കിട്ടും. അപ്പൊ അതിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ 3,000 ഡിവൈഡഡ് ബൈ 0.15 ചെയ്യാ, അപ്പോൾ 20,000 കിട്ടും. ഇതാണ് ഇതിന്റെ ഫോർമുല. എന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അതിന്റെ ബേസിക്സ് പറയാൻ മീൻസ് അതിന്റെ ഡീപ് ഡൗൺ പറയാനുള്ള ടൈം ഇല്ല, അതുകൊണ്ടാണ്. ലൈക്ക് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പറയാൻ, ഞാൻ ഈസിയർ വേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്തുതരാം. നൗ നമുക്കിപ്പോ എന്താ, NPV, IRR, പേ ബാക്ക്, ക്യാപിറ്റൽ ബഡ്ജറ്റ്, അതിനെ പറ്റി പഠിക്കാം. ക്യാപിറ്റൽ ബഡ്ജറ്റ്, ഫോർത്ത് വൺ. ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്താ, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഡിസൈഡിങ് വേർ ടു ഇൻവെസ്റ്റ് ഫോർ ലോങ് ടേം. ലാർജ് മണി ഫോർ ലോങ് ടേം. ഓക്കെ, ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാല് എന്താണ്, വലിയ പൈസ ആയിരിക്കും, ഇൻവോൾവ് ബിഗ് മണി, സോ മിസ്റ്റേക്സ് ഭയങ്കര കോസ്റ്റ്ലി ആണ്. ലോങ് ടേമിനെ പറ്റിയിട്ടാണ്. പിന്നെ നീ ഇപ്പൊ ഒരു മെഷീന് ബിൽഡിങ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റിവേഴ്സ് ചെയ്യാൻ കഴിയുമോ? റിവേഴ്സ് ഭയങ്കര ഹാർഡാണ്. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണം, സൂക്ഷിച്ചിട്ട് വേണം ഇൻവെസ്റ്റ്മെന്റ് നടക്കുക.
പിന്നെ ഏറ്റവും ബെസ്റ്റ് പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് ഉണ്ടാവണം. പിന്നെ ഇതിന്റെ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് വഹിക്കും 6 സ്റ്റെപ്പാണ്. പ്രോസസ് 6 സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് എന്താടാ, ഫൈൻഡ് ദി ഇൻവെസ്റ്റ്മെന്റ് ഐഡിയ. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള ഐഡിയ കണ്ടുപിടിക്കാം. ഐഡിയ, അപ്പൊ കുറച്ച് ഐഡിയ കിട്ടൂലേ, ഒരു 5 ഐഡിയ കിട്ടുന്നതായിരിക്കും. 5 ഐഡിയ, അത് 5ല് സ്ക്രീൻ ദി പ്രൊപ്പോസൽ. ആ 5എണ്ണം എന്ത് ചെയ്യാ, സ്ക്രീൻ ചെയ്യാം. പ്രൊപ്പോസൽ ഈ 5എണ്ണത്തിന് എത്ര ക്യാഷ് ഇൻഫ്ലോ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന്റെ NPV IRR കണ്ടുപിടിക്കുക. ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ത് ചെയ്യാ, സെലക്ട് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യാ, പെർഫോമൻസ് കുറച്ച് കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്യുക. ഓക്കെ, അതാണ് ഫസ്റ്റ് 6 സ്റ്റെപ്പ്. ഇൻവെസ്റ്റ്മെന്റ് ഐഡിയ കണ്ടുപിടിക്കുക, പിന്നെ പ്രൊപ്പോസൽ സ്ക്രീൻ ചെയ്യുക, ക്യാഷ് ഇൻഫ്ലോ ഉണ്ടോ നോക്കുക, NPV IRR കാൽക്കുലേറ്റ്, അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. NPV എന്ന് പറഞ്ഞാല് NPV മീൻസ് നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയാ. സിക്കൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ. എത്ര പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ഉണ്ട്, ഫ്യൂച്ചറിൽ കിട്ടുന്നതിന്റെ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ മൈനസ് ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോ. ഇപ്പൊ NPV പോസിറ്റീവ് ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, NPV നെഗറ്റീവ് ആണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ റിജക്ട് ചെയ്യുക. ഓക്കെ, അടുത്തത് എന്ന് പറഞ്ഞാല് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. 5ാമത്തെ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാല് എന്താ, മിനിമം റിട്ടേൺ. ഒരു മിനിമം റിട്ടേൺ ഉണ്ട് എന്ത് കമ്പനി ഏൺ ചെയ്യേണ്ടത്. ഫോർ വാട്ട്, മിനിമം റിട്ടേൺ ദി കമ്പനി ഇസ് റിക്വയർഡ് ടു ഏൺ. എന്തുകൊണ്ട്, എന്തിനാണ്, നമ്മള് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലടാ, ഇൻവെസ്റ്റ്മെന്റിന് ഈ ഒരിക്കൽ കിട്ടിയ ഇൻവെസ്റ്റ്മെന്റില് റിട്ടേൺസ് കൊടുക്കണ്ടേ, അതില് കമ്പനി എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ഇറ്റ്സ് ഇൻവെസ്റ്റേഴ്സ്. ഇപ്പോ 10% റിട്ടേൺ കൊടുക്കണം ഇൻവെസ്റ്റേഴ്സിന്. അപ്പൊ ഈ കമ്പനി എത്രത്തോളം ഏൺ ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. Now, importance affect share price, company value and ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ചുണ്ട്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് KD, പ്രിഫറൻസ് ഷെയർ KP, ഇക്വിറ്റി KE. ഇത് ഡീറ്റെയിൽ ആയി പഠിക്കേണ്ടതുണ്ട്. അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് കുറച്ച് ടൈം എടുക്കും. ഇപ്പം ജസ്റ്റ് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ആയിട്ട് അതിലേക്ക് പോകുന്നില്ല. BACC എന്ന് പറഞ്ഞാൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ വോൾ കമ്പനി. ഇതാണ് WACC എന്ന് പറഞ്ഞാൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുക. 20 മാർക്കിൽ നിങ്ങൾ മാക്സിമം ഒരു 4-5 പേജ് എഴുതാൻ നോക്കുക. അപ്പോൾ കൺക്ലൂഷനും ആഡ് ചെയ്യുക. കൺക്ലൂഷൻ മീൻസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ടെൽ ദ കമ്പനി ദ മിനിമം റിട്ടേൺ നീഡഡ് ടു ക്രിയേറ്റ് വാല്യൂ. ഓക്കെ, പിന്നെ ദാറ്റ് വിൽ ബി ഓൾ ഫോർ ടുഡേ. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് 5 ക്വസ്റ്റ്യൻ ഞാൻ പാർട്ട് ബിയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.